പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെ സഹായിക്കുന്ന ഒരു വേർഡിനെയാണ് ഇന്ന് നോക്കുന്നത്. ചെറിയ വേർഡാണ്, പക്ഷേ പല കാര്യങ്ങൾ പറയുന്നതിനായി ഉപയോഗിക്കാം. ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഗെറ്റ് എന്ന വാക്കിനെ പറ്റിയാണ് നോക്കുന്നത്. ലഭിക്കുക, കിട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം ഹെർ. എനിക്ക് അവളുടെ എഴുത്ത് കിട്ടി. ഈ വാക്കിൻ്റെ സഫിക്സായി പ്രിപ്പോസിഷൻ ചേർക്കുമ്പോൾ പുതിയ അർത്ഥം ലഭിക്കുന്നു. ഉദാഹരണം, ഗെറ്റപ്പ് എണീൽക്കുക എന്ന അർത്ഥമാണ് വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ. എക്സാമ്പിൾ, ഐ യൂഷ്വലി ഗെറ്റപ്പ് അറ്റ് 6 AM. ഗെറ്റ് ഓൺ ഇതിൻ്റെ അർത്ഥം ടു എൻ്റർ ഓൺ ബോർഡ് വെഹിക്കിൾ, ട്രെയിൻ, ബസ്, ഷിപ്പ്, എയർക്രാഫ്റ്റ് എക്സെട്ര. എക്സാമ്പിൾ, ലെറ്റ് us get on the bus before it leaves. ഗെറ്റ് ഓഫ് ലീവ് എ വെഹിക്കിൾ, താഴെ ഇറങ്ങുക എന്നാണ് അർത്ഥം. ഐ ഗോട്ട് ഓഫ് അറ്റ് ദ റോങ് സ്റ്റോപ്പ്. ഇത് ഒരു ഇറഗുലർ വെർബാണ്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഗോട്ടാണ്. ഗെറ്റ് ഇൻ ടു ബിക്കം ഇൻവോൾവ്ഡ് ഇൻ സംതിങ്. ഹി ഗോട്ട് ഇൻ ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹിസ് ചോയ്സ്. ഗെറ്റ് ത്രൂ ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്നാണ് അർത്ഥം. വി ഫൈനലി ഗോട്ട് ത്രൂ ദ എക്സാം. ഗെറ്റ് ഓവർ റിക്കവർ ഫ്രം ആൻ ഇൽനെസ് or emotional distress. Example, it took her a long time to get over the loss. Get in, to enter or go inside a vehicle, building or enclosed space. Example, please get into the car, we are leaving soon. Get out, leave or exit a place, situations. Come on, let us get out of here. Get back, to return to a previous location. I need to get back home before dark. Get lost, get rid of എന്നിങ്ങനെ ഇനിയും ഫ്രേസുകളുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കുക, ഒരു വാക്കുകൊണ്ട് ഇത്രയധികം വാക്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇങ്ങനത്തെ വാക്കുകൾ പഠിച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഉപയോഗപ്രദമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.